തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. അപകടത്തിന് കാരണമായ സ്ഫോടക വസ്തുക്കളുമായി വാഹനം എത്തുന്നതും സ്ഫോടനത്തിന് പിന്നാലെ തീ ആളിക്കത്തുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, നേരത്തെ സമീപത്തെ ഒരു സഹകരണ ബാങ്കിൽ നിന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അത് സമീപത്തുണ്ടാക്കിയ ആഘാതം, ആ സ്ഫോടനത്തിൻ്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. ഇത് കുറെ കൂടി അടുത്ത് അതിന് സമീപത്ത് തീ ആളുന്നതും എന്തൊക്കെയോ ചിതറിത്തെറിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വാഹനം വരുന്നതും നമുക്ക് കാണാൻ കഴിയും. എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വാഹനത്തിൻ്റെ നീക്കം, സ്ഫോടന സമയത്തെ സാഹചര്യം അടക്കം. വിജയകുമാർ, ഈ വാഹനം എത്തുന്നത് 10:45-നാണ്. അതായത് ഈ ട്രാവലറാണ് വാഹനം. ഈ ട്രാവലർ എത്തുന്നത് 10:45-നാണ്. സ്ഫോടനം നടക്കുന്നത് 11:30-ക്കുമാണ്. ഈ 11:30-ക്ക് നടന്ന സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും തീ ആളിക്കത്തുന്നതും സമീപത്തുണ്ടായിരുന്ന ഒരു വീട് അത് തകരുന്നതുമാണ്, ഭാഗികമായി തകരുന്നതുമാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഏറ്റവും അടുത്ത് ആ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അവിടെയുള്ള CCTV ഉള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ദൃശ്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ പ്രധാനപ്പെട്ട വിവരം കിട്ടിയത്. 10:45-ന്, അതായത് 10:46-ന് ഈ വാഹനം ട്രാവലർ കടന്നു വരുന്നു. തൊട്ടു പിന്നാലെ ഏതാണ്ട് ഒരു 11:30-യോടുകൂടി വലിയ സ്ഫോടനം ഉണ്ടാകുന്നു, പൊട്ടിത്തെറി ഉണ്ടാകുന്നു. തീ സമീപ പ്രദേശങ്ങളിൽ മുഴുവൻ ആളിക്കത്തുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ട്രാവലർ നിശേഷം കത്തിപ്പോയി. അതിനൊപ്പം ഉണ്ടായിരുന്ന ഒരു കാറ് അതും കത്തിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഏറ്റവും അടുത്തുള്ള ദൃശ്യങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ്. മജിസ്റ്റീരിയൽ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ദൃശ്യങ്ങൾ പരമാവധി ശേഖരിക്കുക എന്ന നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് തുടർ അറസ്റ്റുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കരാറെടുത്ത ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ക്ഷേത്ര ഭാരവാഹികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നടപടികൾ മുന്നോട്ട് പോകവെയാണ് ഈ കേസിൽ നിർണായകമായേക്കാവുന്ന ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത്. ഏറ്റവും അടുത്ത് നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ എന്ന രീതിയിലാണ് ഈ ദൃശ്യത്തിന് പ്രാധാന്യമുള്ളത്. പൊട്ടിത്തെറി കൃത്യമായി തന്നെ അതിൽ കാണാൻ സാധിക്കും. വാഹനം വന്നു പോകുന്നതും കാണാം. ആ സമയമടക്കം കൃത്യമായി പോലീസിന് ഈ ദൃശ്യങ്ങളിൽ നിന്നും കിട്ടുകയും ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, മജിസ്റ്റീരിയൽ അന്വേഷണം ഇന്ന് തുടങ്ങി. ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഒളിവിലായിരുന്ന 9 പേര് മൂന്നാറിൽ നിന്ന് പിടിയിലായിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം കാര്യക്ഷമമായി പോകുന്നുണ്ട്. മജിസ്റ്റീരിയൽ അന്വേഷണവും ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ, ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? തീർച്ചയായും. കാരണം ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കണം, ആളുകളിൽ നിന്നും മൊഴിയെടുക്കണം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ചോദ്യം ചെയ്ത് പോലീസിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുണ്ട്, അത് പരിഗണിക്കണം. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് അങ്ങനെ പല തലങ്ങളുണ്ട്. ശേഷമായിരിക്കും അതിലൊരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അത് സമർപ്പിക്കുന്നതും. ആ നടപടി ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോഴത്തെ ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മരട് ക്ഷേത്രത്തിൽ നടക്കാനുള്ള വെടിക്കെട്ട് അതിന്റെ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരിക്കുന്നത്. അതിന് തോന്നുന്നത് സമീപത്തുള്ള പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും ഇത്തരത്തിലുള്ള നിയന്ത്രണം ജില്ലാ ഭരണകൂടം കൊണ്ടുവന്നേക്കും. ഒരു പക്ഷേ അത് സംസ്ഥാന വ്യാപകമായി തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഈ പുതിയകാവിലെ നാശനഷ്ടം സംഭവിച്ച ആളുകൾ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തുന്നുണ്ട്. ഇന്നലെ അവർ വക്കീലിനെ കണ്ട് വക്കാലത്തൊപ്പിട്ടു. നാളെയോ മറ്റന്നാളോ അത് കോടതി മുൻപാകെ എത്താനും പോവുകയാണ്. ഒരു പക്ഷേ നാളെ അത് വരാൻ സാധ്യതയുണ്ട്. കോടതി അതിൽ കർശനമായി ഇടപെടുകയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായ ഒരു നിയന്ത്രണത്തിനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഈ അപകടമുണ്ടായതിൻ്റെ ഏറ്റവും അടുത്ത ദൃശ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതും കിട്ടിയിട്ടുള്ളതും. സ്ഫോടക വസ്തുക്കളുമായി വാഹനം പോകുന്നതും അതിന് പിന്നാലെ സ്ഫോടനമുണ്ടായി തീ ആളി പടരുന്നതും വളരെ അടുത്തു നിന്നുള്ള CCTV ഫുട്ടേജാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്.
ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇതുമായി ചേർത്ത് വയ്ക്കേണ്ടത് മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലെ വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചു എന്ന വിവരവും ഇപ്പോൾ വരുന്നു.